Hi guys. അപ്പോൾ നമ്മൾ ഇന്ന് എടുത്തു വെച്ചിരിക്കുന്നത് MG യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ ഇന്നത്തോടുകൂടി UGയുടെ ട്രയൽ അലോട്ട്മെൻറ്റിൽ ഓപ്ഷൻസ് ചേഞ്ച് ചെയ്യുന്നത് ഇന്നത്തോടുകൂടി അവസാനിക്കുകയാണ്. അപ്പോൾ ഇന്ന് വരെ നമുക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഓപ്ഷൻസ് ആഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുമ്പോഴാണ് ഓപ്ഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ആഡ് ചെയ്യാൻ പറ്റുന്നത്. ഇനി അതുപോലെ തന്നെ വേറൊരു ഇൻഫോർമേഷൻസും കൂടി നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനായിട്ടുള്ളത്, B.Edൻ്റെ MGയുടെ അഡ്മിഷൻ്റെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ വിചാരിക്കുന്നത് എല്ലാവർക്കും അറിയാമെന്ന്. ഇത് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത് എന്താണ്, നെക്സ്റ്റ് വീക്ക് 17-ാം തീയതി വരെ ആയിട്ടാണ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ B.Edൻ്റെ ഫീസ് എന്ന് പറയുന്നത് 1300 സോ അപ്ലൈ ചെയ്യാനുള്ളവർക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. അതുപോലെ PGയിൽ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇനി UGയുടെ അഡ്മിഷൻ്റെ ഓപ്ഷൻസ് എങ്ങനെയാണ് ആഡ് ചെയ്ത് തരേണ്ടതെന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ UGയുടെയാണ് നമ്മളിപ്പോൾ അപ്ലൈ ചെയ്യുന്നത്. UGയുടെയാണ് ഇപ്പോൾ ഓപ്ഷൻസ് ഇപ്പോൾ എഡിറ്റ് ചെയ്യാനെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ UG ഹോണേഴ്സ് ക്യാപ്പ് 2025 എന്നുള്ളതിൻ്റെ ഇവിടെ അപ്ലൈ നൗവിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ഒരു സൈറ്റ് ആയിരിക്കും ഇവിടെ വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ 3 ബട്ടൺ ഐക്കൺ അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ രജിസ്ട്രേഷൻസ്, ലോഗിൻ, റിസോഴ്സസ്, റാങ്ക് ലിസ്റ്റ് അങ്ങനെ കുറേ വരുന്നുണ്ട്. ഇതിനകത്ത് ലോഗിന് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ആസ് എ സ്റ്റുഡൻ്റ് ആയിട്ടാണ് നമ്മൾ ലോഗിൻ ചെയ്യുന്നത്. സ്റ്റുഡൻ്റ് എന്നുള്ള ഓപ്ഷൻസ് കൊടുക്കുക. അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇവിടെ ആപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡ് വെച്ചിട്ട് നമുക്കിവിടെ ലോഗിൻ ചെയ്യാവുന്നതാണ്. ലോഗിൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പ്രൊഫൈൽ നമുക്ക് കാണും. ആ പ്രൊഫൈൽ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓപ്ഷൻസ് ആഡ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. ഇപ്പം ഞാനിവിടെ ഇത് ചെയ്ത് കാട്ടിത്തരാം. സോ അപ്പോൾ നമ്മൾ അവിടെ ലോഗിനും നമ്മുടെ രജിസ്റ്റർ നമ്പറും പിന്നെ പാസ്വേഡും വെച്ച് നമ്മൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഫ്രണ്ട് പേജ് ആയിരിക്കും വന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഇൻഡെക്സ് മാർക്കിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡെക്സ് മാർക്സ് അറിയാൻ പറ്റും. അതുപോലെ നിങ്ങളുടെ പേയ്മെൻറ്റ്, ട്രാൻസാക്ഷൻസ്, പാസ്വേഡ് ചേഞ്ച് ചെയ്യാനും പറ്റുന്നതായിരിക്കും. ഇനി നെക്സ്റ്റ് ഞാനിവിടെ പറയാൻ പോകുന്നത്, ഇവിടെ ക്ലിക്ക് ഹിയർ ടു വ്യൂ കമ്മ്യൂണിറ്റി മെറിറ്റ് കോട്ട രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് ഉണ്ട്. അതായത് നിങ്ങൾ കമ്മ്യൂണിറ്റി കോട്ടകളിലൊക്കെ അപ്ലൈ ചെയ്തേക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് അറിയാൻ പറ്റും, കമ്മ്യൂണിറ്റി മെറിറ്റ് കോട്ടയായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഇൻഫോർമേഷൻസും കിട്ടുന്നതായിരിക്കും. അതുപോലെ ഇവിടെ എന്തെങ്കിലും ഇപ്പോൾ തെറ്റുകൾ, അതായത് ഇപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് അടിച്ചപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ എന്തെടുക്കാൻ പറ്റും, ക്ലിക്ക് ഹിയർ ടു എഡിറ്റ് യുവർ പേഴ്സണൽ ആൻഡ് അക്കാദമിക് ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള വിവരങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ തിരുത്താൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ ക്ലിക്ക് ഹിയർ ടു എഡിറ്റ് യുവർ ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഓപ്ഷൻസ് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റുന്നത്. സോ അപ്പോൾ ക്ലിക്ക് ഹിയർ ടു എഡിറ്റ് യുവർ ഓപ്ഷൻസ്. ഞാനിപ്പോൾ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാട്ടി തന്നതായിരിക്കും എങ്ങനെയാണ് ഓപ്ഷൻസ് ചേഞ്ച് ചെയ്യേണ്ടത് എന്ന്. സോ അവിടെ ക്ലിക്ക് ഹിയർ ടു എഡിറ്റ് ഓപ്ഷൻസ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനൊരു പേജ് ആയിരിക്കും നമുക്ക് ഓപ്പൺ ആകുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതിനകത്താണ് എങ്ങനെയാണ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത്. ഇപ്പോൾ സപ്പോസ് ഇവിടെ BCom, ഇവിടെ ഇപ്പം നിങ്ങൾക്ക് BCom വേണ്ട, സപ്പോസ് ഹോട്ടൽ മാനേജ്മെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ അവിടെ പോയി ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് കോളേജ് സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ എന്ത് ചെയ്യണം, സ്പെഷ്യലൈസേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതനുസരിച്ച് സെലക്ട് ചെയ്യുന്നതാണ്. ഇതിപ്പോൾ സെൽഫ് ഫിനാൻസിങ് കോഴ്സ് ആണെന്നുണ്ടെങ്കിലാണ് ഇങ്ങനൊരു നോട്ടിഫിക്കേഷൻസ് എങ്ങനെ നമുക്ക് വരുന്നത്. അതേപോലെ തന്നെ ഇവിടെ സെക്കൻഡ് ഓപ്ഷൻസ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ ഇപ്പോൾ സെക്കൻഡ് ഓപ്ഷൻ ഇവിടെ ഇപ്പോൾ ചേഞ്ച് ചെയ്തതാണ്. ഇപ്പോൾ സെൽഫല്ല എടുത്തേക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കളർ ചേഞ്ച് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. സോ അതുവഴി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയാണ് നമ്മൾ എടുത്തത് സെൽഫാണോ അതോ മെറിറ്റ് ആണോ എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് ഓപ്ഷൻസ് ആഡ് ചെയ്യാനായിട്ട് ആഡ് വൺ മോർ ഓപ്ഷൻ എന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എക്സ്ട്രാ ഒരു ഓപ്ഷൻസ് ആഡ് ചെയ്യാനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഏതാണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം 4+1 ഇയർ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ, ഡിഗ്രി പ്ലസ് PG അതാണ് ഈ ഉദ്ദേശിക്കുന്നത് ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിപ്പോൾ സെലക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള കോളേജുകൾ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് സേവ് ഓപ്ഷൻസ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെന്താണ്, സേവ് ആകുന്നതായിരിക്കും. സോ അങ്ങനെ നിങ്ങൾക്ക് MG യൂണിവേഴ്സിറ്റിയുടെ ഓപ്ഷൻസ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് വരെയാണ് ഓപ്ഷൻസ് ഇപ്പോൾ ചേഞ്ച് ചെയ്യാനുള്ള ഡേറ്റ്. ഇത് കഴിഞ്ഞ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു കഴിയുമ്പോൾ നമുക്ക് ഓപ്ഷൻസ് ചേഞ്ച് ചെയ്യാനുള്ള ബട്ടൺ ഉണ്ടാവും. സോ അത് ആ ഡേറ്റിൽ നമുക്ക് ഓപ്ഷൻസ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതായിരിക്കും.
സോ എല്ലാവർക്കും അവരവർക്ക് ഇഷ്ടപ്പെട്ട കോളേജ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. So please subscribe this channel for getting extra informations related to MC University as well as PSC videos, etc.